ഗായ്സ്, വെൽക്കം ബാക്ക്. ഗായ്സ്, ഞങ്ങളൊരു ടൂറൊന്നും പറയാൻ പറ്റില്ല, ഒരു 1 ഡേ ട്രിപ്പിന് ഇറങ്ങിയിരിക്കുകയാണ്. നിങ്ങൾക്കത് ഞങ്ങളുടെ സ്റ്റാർട്ടിങ് ആ ഒരു തമ്മിൽ കണ്ടപ്പോൾ തന്നെ മനസ്സിലാകും. വേറെ എവിടേക്കല്ല, വണ്ടർലയിലേക്കാണ് പോകുന്നത്. അപ്പോൾ പോകുന്ന വഴിക്ക് ഞങ്ങൾ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാൻ വേണ്ടി കയറിയ ഒരു റെസ്റ്റോറൻ്റാണ് ഞാനിപ്പോൾ കാണിക്കുന്നത്. വലിയ രീതിയിൽ കഴിക്കാനൊന്നും അല്ല കേട്ടോ, ലൈറ്റായിട്ട് ജസ്റ്റ് ഒന്നൊരു ചായയും അല്ലെങ്കിൽ ഒരു കോഫിയൊക്കെ കുടിക്കാൻ വേണ്ടി ഒന്ന് കയറിയതാണ്. ബട്ട് അത് ചെറിയൊരു റെസ്റ്റോറൻ്റ് ആണെങ്കിലും അവിടുത്തെ ആംബിയൻസും ആ ഒരു സെറ്റിങ്സൊക്കെ നല്ല രസമുണ്ടായിരുന്നു. നമ്മൾ കുട്ടനാടൻ ഭാഗത്തൊക്കെ പോകത്തില്ലേ, ഈ കോട്ടയം, കുമരകം ആ ഒരു ഭാഗത്തേക്കൊക്കെ പോകുന്ന ഒരു ഫീലായിരുന്നു. അവിടെ ഇരുന്ന് കുടിക്കാനൊക്കെ നല്ലൊരു ഫീലിംഗ് ആയിരുന്നു. ഞാനൊരു ബ്ലാക്ക് കോഫിയും ഈ ഒരു മിഠായിയാണ് കഴിച്ചത്. പിന്നെ ബാക്കിയുള്ളവർ മസാല ദോശ, അതുപോലെ തന്നെ പൊറോട്ട, അങ്ങനത്തെ ഫുഡാണ് കഴിച്ചത്. ഞാനിങ്ങനെ യാത്ര ചെയ്യുമ്പോൾ അങ്ങനെ പ്രത്യേകിച്ച് ഹാർഡായിട്ടൊന്നും കഴിക്കാറില്ല. പിന്നെ നമ്മൾ വണ്ടർലയിൽ പോവുകയല്ലേ, വെറുതെ വയറ് ഫുള്ളാക്കി പിന്നെ റൈഡിലൊന്നും കയറാൻ പറ്റില്ലല്ലോ, അങ്ങനെ വിചാരിച്ചിട്ട് പിന്നെ ഞാനൊന്നും കഴിക്കാൻ നിന്നില്ല. ഞങ്ങൾ വരുന്ന വഴിക്ക് അത്രയ്ക്ക് ബ്ലോക്കൊന്നും ഉണ്ടായിരുന്നില്ല. കുറച്ച് ദൂരം കൂടുതലായിരുന്നെങ്കിലും ബ്ലോക്ക് കുറവായിരുന്നു. ഞങ്ങൾക്ക് നല്ല രീതിയിൽ സ്മൂത്തായിട്ട് ഡ്രൈവ് ചെയ്ത് അവിടെ എത്താൻ കഴിഞ്ഞു. ഞങ്ങൾ പറവൂർ കയറി ആലുവ റൂട്ടാണ് വന്നത്, അതുകൊണ്ട് തന്നെ ആ വശത്തേക്ക് ഒരു ബ്ലോക്ക് കുറവായിരുന്നു. ഇപ്പോൾ ഞങ്ങൾ വൈറ്റില റൂട്ടാണ് വന്നിരുന്നെങ്കിൽ അവിടെ ബ്ലോക്ക് കൂടുതലായിരുന്നു. ബട്ട് ഇവിടുന്ന് വരുമ്പം അത് കുറച്ചും കൂടി ബെറ്ററാണ്, ബ്ലോക്ക് കുറവാണെന്ന് എനിക്ക് തോന്നി. ഞങ്ങൾ വണ്ടർലയിലേക്ക് എത്തിയപ്പോൾ ഒരു 10-10:30 ആ ഒരു ടൈം കഴിഞ്ഞിരുന്നു. ഞാൻ 11 മണിക്ക് ഓപ്പൺ ചെയ്യാമെന്നാണ് വണ്ടർല, ആ ഒരു ടൈമിലാണല്ലോ ഓപ്പൺ ചെയ്യുന്നത്. അങ്ങനെ ഞങ്ങൾ ഓർത്താ വന്നത്. ബട്ട് ഞങ്ങളവിടെ ചെന്നപ്പോൾ തന്നെ അത് ഓപ്പൺ ചെയ്ത് എല്ലാവരും കയറിയിരുന്നു. ഞങ്ങൾ ലേറ്റ് ആവുമെന്ന് പക്ഷേ പേടിച്ചു. ഓൾറെഡി ഓപ്പൺ ആണല്ലോ, പിന്നെ നമ്മൾ അവിടെ കയറി ഡ്രസ്സ് ചെയ്യണം, അങ്ങനെ കുറേ ടൈം പോകുന്നതുകൊണ്ടാണ്. എന്നാലും ഞങ്ങളെല്ലാം കറക്റ്റ് ചെയ്ത് പെട്ടെന്ന് തന്നെ ഇറങ്ങി റൈഡിലൊക്കെ കയറാൻ തുടങ്ങിയിരുന്നു. പിന്നെ അവിടുത്തെ റെസ്ട്രിക്ഷൻസ്, ഡ്രസ് കോഡ്, അങ്ങനത്തെ കാര്യങ്ങളൊക്കെയാണ് പുറത്ത് വെച്ചിരിക്കുന്നത്. ഞങ്ങൾ ഓൺലൈനായിട്ട് ബുക്ക് ചെയ്തതുകൊണ്ട് തന്നെ ഞങ്ങൾക്ക് അവിടെ ക്യൂവിൽ നിൽക്കാനോ അത് നോക്കേണ്ട കാര്യം ഉണ്ടായിരുന്നില്ല. ഡയറക്റ്റ് ഞങ്ങൾ അകത്തേക്ക് കയറുമായിരുന്നു. അപ്പം ഗൈസ്, ഇപ്പോൾ നിങ്ങൾ വണ്ടർലയിൽ പോകണമെങ്കിൽ നിങ്ങൾ കുറച്ച് കാര്യങ്ങൾ ശ്രദ്ധിക്കേണ്ടതുണ്ട്. ഞങ്ങൾക്ക് പറ്റിയ വലിയൊരു മിസ്റ്റേക്കായിരുന്നു. ഞങ്ങൾ നൈലോൺ ഡ്രസ്സ് ധരിച്ചില്ല. നൈലോൺ ഡ്രസ്സ് ധരിക്കുകയാണെങ്കിൽ ഞങ്ങൾ ലാൻഡ് റൈഡ്സിലൊക്കെ നമുക്ക് നൈലോൺ ഡ്രസ്സ് ധരിക്കാതെ കയറാം. ബട്ട് നമ്മൾ വാട്ടർ റൈഡ്സിലേക്ക് വന്നപ്പം ഞങ്ങളങ്ങോട്ട് കടത്തി വിടുന്നുണ്ടായിരുന്നില്ല. നമുക്ക് കയറാൻ പറ്റില്ല, നൈലോൺ ഡ്രസ്സാണ്, അത് തന്നെ വേണം. അപ്പോൾ ഞങ്ങൾ ഫുള്ളി കൺഫ്യൂസ്ഡായി. ബട്ട് ഇത്രയും പൈസ കൊടുത്ത് വന്നിട്ട് ഞങ്ങൾക്ക്, കാരണം അവിടെ വാട്ടർ റൈഡാണ് കൂടുതൽ, അത്രയും പൈസ കൊടുത്ത് ഇത്രയും പൈസ മുടക്കി വന്നിട്ട് ഞങ്ങൾക്ക് അതിലൊന്നും കയറാൻ പറ്റാതെ പോകുമെന്നുള്ളൊരു ടെൻഷനായിരുന്നു ഞങ്ങൾക്ക്. പക്ഷേ അപ്പം തന്നെ ഞങ്ങൾ പുറത്തിറങ്ങി അവരുടെ പെർമിഷനോട് കൂടി ഞങ്ങൾ വേറെ ടീഷർട്ട് എല്ലാവർക്കും വാങ്ങിച്ച് ഞങ്ങളൊരു ഗ്രൂപ്പായിട്ടാണ് പോയിരുന്നത്. അപ്പം ആർക്കും നൈലോൺ ഡ്രസ്സ് ഉണ്ടായിരുന്നില്ല. അപ്പോൾ എല്ലാവർക്കും വാങ്ങിക്കേണ്ട അവസ്ഥ വന്നിരുന്നു ഞങ്ങൾക്ക്. അങ്ങനെ രണ്ടാമത് പോയി ഞങ്ങൾ ഡ്രസ്സ് വാങ്ങിച്ചിട്ടാണ് ഞങ്ങൾ ഓരോ റൈഡിലും കയറിയത്. അത്രയും ടൈമും ഞങ്ങൾ നഷ്ടപ്പെട്ടിരുന്നു. അപ്പം പിന്നീട് ഞാൻ ആലോചിച്ചു, എന്തിനാണ് നൈലോൺ ഡ്രസ്സ് അവർ ഇത്രയും കമ്പൽസറി ആയിട്ട് പറയുന്നത്? കാരണം നമ്മൾ ഇപ്പോൾ വാട്ടർ റൈഡിൽ കയറുവാണെങ്കിൽ തന്നെ നമ്മളൊരു സംഭവത്തിൻ്റെ, ഒരു ബലൂൺ പോലത്തെ ഒരു സംഭവത്തിൻ്റെ മേളിൽ കയറി ഇരുന്നിട്ടാണ് അവർ നമ്മളെ പിഴുക്കി വിടുന്നത് തന്നെ. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മളൊരിക്കലും ഡയറക്റ്റ് അതിൽ കയറി ഇരിക്കുന്നില്ലല്ലോ. എനിക്ക് തോന്നുന്നു അവരുടെയൊക്കെ ചിലപ്പോൾ ഒരു ബിസിനസ് സ്ട്രാറ്റജി ആയിരിക്കാം, അതിൻ്റെ ബിസിനസ് ഒന്ന് പോകാൻ വേണ്ടിയായിരിക്കാം. അതിൻ്റെ പുട്ടൻസ് ഇതുവരെ എനിക്ക് മനസ്സിലായിട്ടില്ല ഗൈസ്. അപ്പം നിങ്ങൾ വണ്ടർലയിൽ പോകുന്നവരുണ്ടെങ്കിൽ നിങ്ങൾ നേരത്തെ തന്നെ അതൊക്കെ ഒന്ന് സെറ്റ് ചെയ്തിട്ട് പോവുക. ഇതാണ് നീ പറഞ്ഞ അവിടെ 30 സീറ്റിന്റെ കണ്ടത്. ഇതാണ് പറഞ്ഞത് വലിയ സാധനം. ഇതിന്റെ 10 ഇരട്ടിയുള്ള സാധനം അവിടെ.
ആ നിങ്ങൾ നടന്നോ. ഗൈസ്, ഈ റൈഡിലാണ് ഞങ്ങൾ ഫസ്റ്റ് കയറിയത്. ഇത് നമ്മുടെ ലുലു മാളിലൊക്കെയുള്ള റൈഡില്ലേ, സെയിം സാധനമാണ്. ബട്ട് ഇപ്പം ഞാൻ കയറിയപ്പോൾ എനിക്ക് വേസ്റ്റ് എക്സ്പീരിയൻസ് ആയിരുന്നു. നമ്മൾ ലുലു മാളിൽ കയറുമ്പോഴുള്ള ഒരു ഫീല് പോലും എനിക്ക് കിട്ടിയില്ല. അത്രയും സ്ലോ ആക്കിയിട്ടാണ് അവർ ആ റൈഡ് ഓപ്പറേറ്റ് ചെയ്തിരുന്നത്. പക്ഷെ ഞാൻ നേരത്തെ 2-3 പ്രാവശ്യം ഇവിടെ വന്നിരുന്നു. അപ്പോഴൊക്കെ ഇത് നല്ലൊരു ഫീലിംഗ് ആയിരുന്നു. ബട്ട് ഇത് വെറുതെ ഇതാകണ്ടെന്ന് വിചാരിച്ചിട്ട് ഞാനൊരു ഫണ്ണാക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ ആ ഓരോ കോപ്രായങ്ങളിവിടെ കാണിച്ചുകൊണ്ടിരുന്നത്. ഗൈസ്, ഞങ്ങൾ ഒരുമിച്ച് ആയിരുന്നില്ല കയറിയത്. ഞങ്ങൾ 3 പേര്, ഐ മീൻ ഞാനും ഗേൾസ് ടീം, ബോയ്സ് ടീം അങ്ങനെ കയറിയിരുന്നത്. അപ്പോൾ രണ്ടാമത്തെ ബോയ്സ് ടീമിൻ്റെ ഊഴമാണ് അവരാണ് ഇപ്പോൾ കയറിയിരിക്കുന്നത്. ആമിക്കാൻ വിളപ്പിട്ടായിരുന്നു വെറുതെ. എത്ര നേരം ഇതൊക്കെ വരുന്നത്? നിനക്ക് ഇത്ര സ്പീഡ് തന്നെ ഉള്ളൂ? ആരായിരുന്നല്ലേ? ഇതിൽ കയറാം.
ഗായ്സ് ഇതൊരു അടാറ് സാധനമായിരുന്നു ഗായ്സ്. ഞാനിത് നേരത്തെ ഞാൻ ചെന്ന സമയത്തൊന്നും ഈ റൈഡ് അവിടെ ഉണ്ടായിരുന്നില്ല. ഇത് പുതിയ റൈഡായിരുന്നു. ഏതൊരു പ്ലെയിൻ റേസർ അങ്ങനെ എന്തോ പറയുന്നത്. അപ്പോൾ ഞാൻ അറിയാണ്ട് കയറിയതാണ്. അത് എങ്ങനത്തെയാണെന്നൊന്നും എനിക്ക് മനസ്സിലായിട്ടുണ്ടായിരുന്നില്ല. അറിയാണ്ട് കയറിയതായിരുന്നു. കരഞ്ഞെന്ന് പറഞ്ഞാൽ ശരിക്കും കരഞ്ഞ് വല്ലാണ്ടായിരുന്നു. ഇറങ്ങാൻ എനിക്ക് പറ്റിയിരുന്നില്ല. അതുമാതിരി 360 ഡിഗ്രിയിലായിരുന്നു അത് ഓപ്പറേറ്റ് ചെയ്തിരുന്നത്. കയറിയപ്പോൾ ഞാൻ നല്ല ഹാപ്പി ആയിട്ടായിരുന്നു കയറിയത്. ബട്ട് ഇറങ്ങിയപ്പോൾ അവസ്ഥ മാറിപ്പോയി ഗൈസ്. ഗായ്സ് ഈ റൈഡ് നമ്മുടെ വണ്ടർലാ സ്റ്റാർട്ട് ചെയ്തപ്പോൾ മുതലുണ്ടായിരുന്ന റൈഡാണെന്ന് എനിക്ക് തോന്നുന്നു. കാരണം എപ്പോൾ ചെന്നാലും ഇതിന് മസ്റ്റായിട്ട് കയറിയിരിക്കും. പേടിക്കാനൊന്നുമില്ലെങ്കിലും ഒരു രസമല്ലേ ഇതിൽ കയറിയിരിക്കുന്നതും പോകുന്നതൊക്കെ. അങ്ങനെ ഞാൻ ഫ്രണ്ടിൽ തന്നെ ഇരുന്ന് ഞാൻ ഫ്രണ്ടിലെ വ്യൂ കാണിച്ചിട്ടുള്ളൊരു വീഡിയോ എടുത്തതാണ് ഗായ്സ്. പിന്നെ ഒരു രസത്തിന് കാറുകയും ചെയ്ത് കേട്ടോ. എന്ത് കൈമാക്സ് പേടിക്കണ്ടിട്ട് പറ്റില്ല. ഫ്രണ്ടിലാണ് 3 പേരും കയറിയിരിക്കുന്നത്. എക്സ്പ്രഷൻ എന്താണെന്ന് നിങ്ങൾക്കറിയാം. ഗൈസ് ഈ റൈഡ് ഉണ്ടല്ലോ മാവരിക് എന്ന് പറയുന്നത്, ഞാൻ കഴിഞ്ഞ പ്രാവശ്യം വണ്ടർലയിൽ പോയപ്പം എല്ലാവരെയും ജാട കാണിക്കാൻ വേണ്ടി കയറിയതാണ്. എന്നാൽ ഇറങ്ങിയപ്പോൾ വല്ലാണ്ട് ഞാൻ അതിനകത്ത് കയറി കരഞ്ഞ അവസ്ഥയിൽ പോയി. അതുപോലെ ഞാൻ പേടിച്ചു. അതിങ്ങനെ റൗണ്ട് ചെയ്യുമ്പോഴും നമ്മളെ ശരിക്കും പറഞ്ഞാൽ പിഴിഞ്ഞെടുക്കൂലേ, ആ ഒരു അവസ്ഥയാണ് ഈ റൈഡ്. അതുകൊണ്ട് തന്നെ ഇതിൽ കയറാൻ ഞാൻ നിന്നില്ല. എന്നാൽ എൻ്റെ ഹസ്ബൻഡ് വലിയ വെല്ലുവിളിച്ച് കയറിയിരിക്കുകയാണ് ഗൈസ്. അപ്പോൾ നമുക്ക് എങ്ങനെയാണെന്നുള്ളത് കണ്ടിട്ട് വരാം.
ഗൈസ് പിന്നീട് ഞാൻ കയറിയത് ടവറിലാണ്. അതെല്ലാവർക്കും അറിയാമെന്ന് വിചാരിക്കുന്നു. നമ്മൾ മുകളിലേക്ക് പോയിട്ട് താഴത്തേക്ക് വരില്ലേ, ആ ഒരു സംഭവം അതിലാണ്. കൂടുതൽ വീഡിയോസൊന്നും എനിക്ക് എടുക്കാൻ പറ്റിയിരുന്നില്ല, കാരണം ആ ഫോൺ പിടിച്ചിട്ട് നമുക്ക് ചെയ്യാൻ ആ ഒരു ഇത് കിട്ടില്ലല്ലോ. അതുകൊണ്ടാണ് എനിക്ക് കൂടുതൽ വീഡിയോസൊന്നും എടുക്കാൻ പറ്റില്ല. പറ്റുന്നതൊക്കെ എടുത്തിട്ടുണ്ട്. പിന്നീട് വാട്ടർ റൈഡ്സിലേക്ക് വന്നപ്പോൾ എൻ്റെ ഫോണിൻ്റെ ചാർജ് തീർന്നിരുന്നു. അതുകൊണ്ട് വാട്ടർ റൈഡ്സും അങ്ങനെ എനിക്ക് എടുക്കാൻ പറ്റിയിരുന്നില്ല. ഗൈസ് ഈ റൈഡുണ്ടല്ലോ, ഇത് ശരിക്കും നമുക്ക് ഫാമിലി ആയിട്ട് പോയി എൻജോയ് ചെയ്യാൻ പറ്റിയ റൈഡാണ്. എനിക്ക് ഭയങ്കര നല്ല ഇഷ്ടമാണ് ഈ വെള്ളം. പണ്ട് മുതലേ വണ്ടർലയിൽ ഉണ്ടെന്ന് എനിക്ക് തോന്നുന്നു. ശരിക്കും നല്ലൊരു റൈഡാണ്, നമുക്ക് ഫുള്ളി എൻജോയ് ചെയ്യാൻ പറ്റിയ റൈഡ്. ഗൈസ് ഈ ഒരു ഐറ്റം ഉണ്ടല്ലോ, ഇപ്പം നമ്മുടെ വണ്ടർലയിൽ നമ്മുടെ റോളർ കോസ്റ്ററിനൊപ്പം തന്നെ ഓടിക്കൊണ്ടിരിക്കുന്ന ഐറ്റമാണ്. വേറെ ഒന്നല്ല, ഇഗ്നോസ് 360. ഇത് കണ്ടപ്പോൾ ഞാൻ ആ ഒരു ചെറിയ വീഡിയോ കണ്ടപ്പോൾ തന്നെ ഞാൻ ഉറപ്പിച്ചു ഞാനിതിൽ കയറൂല എന്നുള്ളത്. എൻ്റെ ഹസ്ബൻഡും അളിയന്മാരും കയറുകയും ചെയ്തു. ഇതെന്ന് പറഞ്ഞാൽ ഇത് 360 ഡിഗ്രിയിൽ നമ്മളെ മേളിൽ കൊണ്ടുപോയിട്ട് അവിടെ ഇട്ടും ഇങ്ങനെ സർക്കുലർ മോഷനിൽ ഇങ്ങനെ കറക്കുന്ന ഒരു അടാറ് റൈഡാണ് ഗൈസ്. ഗായ്സ് ഈ ഒരു റൈഡിൽ നമ്മുടെ വാട്ടർ സ്പ്ലാഷ് ഇല്ലേ, അതിൽ കയറിയപ്പോൾ ഇടയ്ക്ക് വെച്ച് എൻ്റെ ക്യാമറ പോസായിപ്പോയി ഗായ്സ്. അതുകൊണ്ട് ഫുൾ എടുക്കാൻ പറ്റില്ല. ഇത് നമ്മുടെ റോളർ കോസ്റ്ററിന് അതിൽ ഷോർട്സ് ഇട്ടിട്ടുണ്ടായിരുന്നു. ഞങ്ങൾ
ചെയ്തത് എക്സ്ട്രാ അവരെ കൊണ്ട് വീഡിയോ ചെയ്യിപ്പിച്ചതാണ്. അവർ ഇപ്പോൾ നമുക്ക് വീഡിയോ വേണമെങ്കിൽ 350 റുപ്പീസ് നമ്മൾ എക്സ്ട്രാ കൊടുക്കണം. അപ്പോൾ നമുക്ക് ആ ഒരു സെക്ഷനിൽ ഇരിക്കാൻ പറയും. അപ്പോൾ അവിടെ നിന്ന് നമ്മുടെ എക്സ്പ്രഷനും ഫുള്ളി നമുക്ക് അവർ വീഡിയോ ആക്കി തരും. അപ്പോൾ നിങ്ങൾക്കത് വേണമെങ്കിൽ അവരുടെ എക്സ്ട്രാ പറയുവാണെങ്കിൽ അവരത് ചെയ്തു തരുന്നതാണ്. ഈ റൈഡൊന്നും പറയുന്നത് ലാസ്റ്റ് നമ്മൾ വണ്ടർലയിൽ പോയി കഴിഞ്ഞാൽ ഈ റൈഡ് ഒരിക്കലും മിസ് ചെയ്യുന്നില്ല. അത്രയ്ക്ക് നല്ല രസമാണ്. അപ്പോൾ ഞങ്ങൾ ഈ ട്രാവൽ വ്ളോഗ് എല്ലാവർക്കും ഇഷ്ടപ്പെടുവാണെങ്കിൽ എല്ലാവരും ലൈക്ക് ചെയ്യാനും സപ്പോർട്ട് ചെയ്യാനും മറക്കല്ലേ. താങ്ക് യു.